മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വഴിക്കടവ് സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത്. സ്ഥലമുടമ ഒളിവിൽ പോയി. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് ചേരുന്നു. വിപിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ? വിജയകുമാർ, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഈ കൃഷിയിടത്തിൽ വെച്ച് രാമകൃഷ്ണനെ ഷോക്കേൽക്കുന്നത്. 47 വയസ്സായിരുന്നു. ഉടൻ തന്നെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നുണ്ടെങ്കിലും മരിച്ചു. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷോക്കേറ്റാണ് മരിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തത്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ പന്നിക്കണി വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി വൈദ്യുതി കമ്പി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അനധികൃതമായി KSEBയുടെ വൈദ്യുതി ഇതിലൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ അബദ്ധത്തിൽ രാമകൃഷ്ണൻ തൊടുകയും അങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ സ്ഥലമുടമയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കാരണം തീർച്ചയായും അനധികൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ നിയമപരമായി അത് സോളാറിലൂടെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഇവർ ലീസിലൊക്കെ എടുത്തിരിക്കുന്ന തോട്ടത്തിന് ചുറ്റും ഇങ്ങനെ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള നടപടികൾ KSEBയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി ബോധപൂർവമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. ഇപ്പോൾ ഈ സ്ഥലമുടമ ഒളിവിലാണ് എന്നുള്ളതാണ് വിവരം. വിജയകുമാർ, ഗുരുതരമായ നിയമലംഘനം കൂടിയാണ്, അതിന്റെ വിവരം കൂടിയാണ് വരുന്നത്. സ്ഥലമുടമ ഒളിവിൽ പോയിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.